കാഴ്ചയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഹെൽദി ഹാട്ടിയിൽ നിന്നും കുമ്പൽഗഡിലേക്കാണ്. 568 ബപ്പാറാണയിലൂടെയാണ് റാണ രാജവംശത്തിൻ്റെ തുടക്കം. ഉദയപൂരിൽ നിന്ന് ഹെൽദി ഹാട്ടിലേക്ക് 40 കിലോമീറ്ററാണ്. ഏകദേശം 1 മണിക്കൂർ എടുക്കും. വഴിയിൽ അല്പനേരം വാഹനം നിർത്തിയിട്ടു. ഒരു വശത്ത് ഉണക്കപ്പുല്ല് നിറഞ്ഞ മലനിരകൾ. അവിടെ നിന്നും ആളുകൾ പുല്ല് ശേഖരിക്കുന്ന കാഴ്ച ദൂരെ കാണാവുന്നതാണ്. മറുവശം പാടവും മരവും മറ്റും. ഇനി അല്പദൂരം കൂടിയുള്ളൂ. ഹെൽദി ഹാട്ടിയിൽ ആദ്യം കാണേണ്ട മ്യൂസിയം ഇതാണ്. ഇതിൻ്റെ ആവശ്യകത അകത്ത് കയറിയിട്ട് പറയാം. മ്യൂസിയത്തിനുള്ളിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് 120 രൂപയാണ് ചാർജ്. മ്യൂസിയത്തിനകത്ത് കയറുന്നതും മഹാറാണ പ്രതാപിൻ്റെ പ്രതിമ കാണാൻ പറ്റും. അടുത്തത് ഭാമ ഷാജിയെ കാണാം. തൊട്ടടുത്ത് ചാല മന്നാജിയാണ്. മഹാറാണ പ്രതാപിനെ പോലെ തന്നെ തോന്നും. ഇദ്ദേഹമാണ് മഹാറാണ പ്രതാപിൻ്റെ കിരീടം ധരിച്ച് യുദ്ധത്തിൽ മഹാറാണ പ്രതാപിനായി പോരാടിയത്. അടുത്തത് ഭീൽ വംശജരുടെ നേതാവാണ്, ആദിവാസി സൈന്യത്തിൻ്റെ നേതാവ്. അടുത്തത് ഹക്കിം ഖാൻ സൂര്യ. ഹെൽദി ഘാട്ടിയിൽ മഹാറാണ പ്രതാപിൻ്റെ സേനയുടെ നേതൃത്വം ഇദ്ദേഹത്തിനായിരുന്നു. ആനയുടെ മുകളിൽ മാൻസിംഗ് ആണ്. തൊട്ടടുത്ത് കുതിരപ്പുറത്ത് കുന്തവുമായി മാൻസിംഗിനെ ആക്രമിക്കുന്നത് മഹാറാണ പ്രതാപാണ്. അതേസമയം മാൻസിംഗിൻ്റെ ആന തൻ്റെ തുമ്പിക്കൈയിലെ വാൾ കൊണ്ട് മഹാറാണ പ്രതാപിൻ്റെ കുതിരയായ ചേതക്കിൻ്റെ പിൻകാലിൽ വെട്ടി. ഇവിടെ ഛത്രപതി ശിവജിയുടെയും മൂർത്തി കാണാം. ശിവജിയും മഹാറാണ പ്രതാപും സൂര്യവംശി രാജാക്കന്മാരായിരുന്നു. മ്യൂസിയത്തിൻ്റെ അകത്ത് മഹാറാണ പ്രതാപിനെക്കുറിച്ചും പന്നാദായിയെക്കുറിച്ചും ഹെൽദി ഘാട്ടിലെ യുദ്ധത്തെക്കുറിച്ചും വളരെയധികം വിവരണം നൽകുന്നുണ്ട്. ഈ മ്യൂസിയം കണ്ട് ഹെൽദി ഘാട്ടിലെ പ്രദേശങ്ങൾ കാണാൻ പോകുമ്പോൾ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. മ്യൂസിയത്തിന് വെളിയിൽ വന്നാൽ പാർക്കിംഗ് ഏരിയയിൽ നിന്നും മഹാറാണ പ്രതാപിൻ്റെ സ്മാരകത്തിലേക്ക് വഴിയുണ്ട്. വിദേശികൾ ആക്രമിക്കാൻ വന്നപ്പോൾ പന്നദായി തൻ്റെ കുട്ടിയെ ഉദയസിംഗിൻ്റെ സ്ഥാനത്ത് കിടത്തി. കുട്ടിയായിരുന്ന ഉദയസിംഗിനെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുന്നു. തൽഫലമായി പന്നദായിയുടെ കുട്ടി മരിക്കപ്പെടുകയും രാജകുമാരനായ ഉദയസിംഗ് രക്ഷപ്പെടുകയും ചെയ്യുന്നു. മാൻസിംഗിൻ്റെ ആനയുടെ വെട്ടുകൊണ്ട ചേതക് അവിടെ നിന്ന് ഓടി വളരെ ദൂരത്തിൽ ചാടിയതിനാൽ മഹാറാണ പ്രതാപിൻ്റെ ജീവൻ രക്ഷപ്പെടുന്നുണ്ട്. ചാടിയതിന് ശേഷം ചേതക് അവിടെ തന്നെ വീണ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ചേതക് കുതിരയുടെ സമാധി പീഠം അവിടെയുണ്ട്. ചേതക്കിനെ സാമി ഭക്ത് എന്ന് വിളിക്കാറുണ്ട്. മ്യൂസിയത്തിൽ നിന്നും 2 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. മ്യൂസിയത്തിനുള്ളിൽ കാണിക്കുന്ന സകല സ്ഥലങ്ങളും ഇവിടെ നിന്നും 4-5 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ്. ചേതക് സമാധിയിൽ നിന്നും 5 മിനിറ്റ് ദൂരത്തിൽ യാത്ര ചെയ്താൽ മഹാറാണ പ്രതാപിൻ്റെ ഗുഹയിലെത്താം. ഈ ഗുഹയിൽ നിന്നും ചിത്തോഡ്ഗഡ് വരെ പോകുന്നതിനുള്ള വഴിയുണ്ടത്രേ. ഹെൽദി ഘാട്ടിൽ യുദ്ധമുണ്ടായതിനു ശേഷം മഹാറാണ പ്രതാപ് പ്രതിജ്ഞ എടുത്തിരുന്നു, ഏതുവരെ മുഗളന്മാരെ തൻ്റെ ഭൂമിയിൽ നിന്നും തിരിച്ചയക്കുന്നില്ലയോ അതുവരെ താൻ വനത്തിൽ കഴിഞ്ഞിരിക്കും, ഇലയിൽ ഭക്ഷണം കഴിച്ചിരിക്കും. തൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം ത്യജിച്ച് മഹാറാണ പ്രതാപ് ആ ഗുഹയിലാണ് കഴിഞ്ഞിരുന്നത്. ഗുപ്തമായി മീറ്റിങ്ങുകൾ നടത്തിയിരുന്നത്. യുദ്ധത്തിൻ്റെ രണനീതിയും ഇവിടെ നിന്നാണ് രചിക്കപ്പെടുന്നത്. ഹെൽദി ഘാട്ടിലെ യുദ്ധത്തിൽ പ്രതാപിൻ്റെ സേന 10,000 മുഗളന്മാരുടേത് 50,000. ഗൊറില്ല യുദ്ധമുറയായിരുന്നു മഹാറാണ പ്രതാപ് സ്വീകരിച്ചത്. ഇരു സൈന്യത്തിലും ആൾനാശം ഒരുപാടുണ്ടായി. മ്യൂസിയത്തിന് വെളിയിൽ പഴയ കാലത്തെ ഒരു കിണറും വെള്ളം കോരി തലച്ചുമടായി പോകുന്ന സ്ത്രീകളുടെ പ്രതിമയും കാണാം. തൊട്ടടുത്ത കുളത്തിൽ ശ്രീകൃഷ്ണൻ്റെ കാളിയമർദ്ദന പ്രതിമ കാണാം. അതിനരികിൽ ഒട്ടകത്തിൻ്റെ പ്രതിമയുണ്ട്. കാളയെ പൂട്ടുന്ന കർഷക ശില്പം, ശങ്കരൻ്റെ മൂർത്തി, ചുവർ ശില്പങ്ങൾ, അവയിൽ രാജസ്ഥാനി കലകളും വാദ്യോപകരണങ്ങളും ഗോവർദ്ധന ഉദ്ധാരണവും കാണിച്ചിരിക്കുന്നു. മുന്നിൽ കാളയും കാളവണ്ടിയും. അടുത്ത കടയിൽ മഹാറാണ പ്രതാപിൻ്റെ തടിയിലുണ്ടാക്കിയ ശില്പങ്ങൾ. കാളയെക്കൊണ്ട് ചക്കാട്ടി കരിമ്പുനീരെടുക്കുന്ന രീതി ഇവിടെയുണ്ട്. നമ്മുടെ യാത്ര കുമ്പൽഗഡിലേക്ക് തുടരുകയാണ്.
കുംഭൽഗഡ്. നമ്മൾ കുംഭൽഗഡിലെത്തിയിരിക്കുകയാണ്. പണ്ട് രാജസ്ഥാന് രാജപുത്താന എന്ന് പറയുമായിരുന്നു. ഇത് മേവാഡിൻ്റെ പാർട്ടാണ്. മേവാഡിൻ്റെ ക്യാപിറ്റൽ ചിത്തോഡ്ഗഡാണ്. അവിടെ അനവധി ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു. മേവാർ, മാർവാർ, ഹറോത്തി, അങ്ങനെ. മേവാഡിൻ്റെ 15ാം സെഞ്ചുറിയിലെ രാജാവായിരുന്നു കുംഭ. മേവാഡിനെ സുരക്ഷിതമാക്കുന്നതിനായി 32 കോട്ടകൾ അദ്ദേഹം പണിതു. ഇതിലൊന്നാണ് അജയദുർഗ് അല്ലെങ്കിൽ കുംഭൽഗഡ്. അജയദുർഗ് എന്ന പേരിന് കാരണം ഇതുവരെ ഒരു ശത്രുവിൻ്റെയും അധീനതയിൽ ഈ കോട്ട വന്നിട്ടില്ല എന്നതാണ്. മഹാറാണ കുംഭ 1443 ഇതിൻ്റെ പണി തുടങ്ങി. 1458 പണി പൂർത്തിയാക്കി. മൊത്തത്തിൽ 15 വർഷമാണ് ഈ കോട്ടയുണ്ടാക്കുന്നതിനായി സമയമെടുത്തത്. ഈ മതിൽ ലോകത്തിൻ്റെ 2ാം നമ്പർ നീളൻ മതിലാണ്. ആദ്യത്തേത് ചൈനയുടെ വൻമതിലാണ്. അതിനുശേഷം ഇത് ലോകത്തിൻ്റെ 2nd ലാർജ് വാളാണ്. ഒപ്പം ഗ്രേറ്റ് ഇന്ത്യ വാൾ എന്നും പറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും നീളമുള്ള മതിൽ. ഇതിനു ചുറ്റും ചെറുതും വലുതുമായി നിരവധി പർവ്വതങ്ങളുണ്ട്. ഇതിൻ്റെ നീളം 36 കിലോമീറ്ററാണ്. ഇപ്പോഴും ഈ മതിൽ വളരെ സ്ട്രോങ് ആണ്. ഒരു കട്ട പോലും അടർന്നു വീണിട്ടില്ല. ഇതുണ്ടാക്കിയിട്ട് 600 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇതിൻ്റെ മറ്റൊരു വിശേഷത, ഏതുവരെ ഈ മതിലിന് 500 മീറ്റർ അടുത്തെത്തുന്നില്ല, അതുവരെ ഈ മതിൽ എവിടാണെന്ന് കാണാൻ പറ്റില്ല. ഇതിൻ്റെ 4 ഭാഗവും ആരവല്ലി പർവ്വതമാണ്. ഇതിൻ്റെ ശില്പിയുടെ പേര് മണ്ടൻ എന്നാണ്. ഭൈരവ പോൾ. പോൾ എന്നാൽ വാതിൽ. ഈ വാതിലുകൾക്കുള്ളിലേക്ക് കടന്നാൽ മുമ്പോട്ടുള്ള യാത്ര നേരെയാകില്ല. ഒന്നുകിൽ ഇടത്തോട്ട് തിരിയണം, അല്ലെങ്കിൽ വലത്തോട്ട് തിരിയണം. ഇതിൻ്റെ രഹസ്യം പറയുന്നത്, ആക്രമണത്തിന് വരുന്ന സൈനികർ ഒരുമിച്ച് ഉള്ളിലേക്ക് കടക്കരുത്. ഇത്തരത്തിലാണ് മണ്ടൻ ഗേറ്റുകളുടെ നിർമ്മാണം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗേറ്റിൽ നിന്ന് നോക്കിയാൽ മറ്റൊരു ഗേറ്റ് കാണില്ല. മുഴുവൻ 9 ഗേറ്റുകളുണ്ട്. ആദ്യത്തെ ഗേറ്റ് അറൈറ്റ് പോൾ. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിലാണത്. പർവ്വതങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. 2ാം നമ്പർ ഗേറ്റ് ഹള്ള പോൾ 1.5 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു. 3ാം ഗേറ്റ് ഹനുമാൻ പോൾ. 4ാമത് രാം പോൾ. 5ാമത് ഭൈരവ പോൾ. ഭൈരവ പോളിനെ ഈ പോർട്ടിൻ്റെ മുഖ്യ ദർവാജ എന്ന് പറയും, അതായത് പ്രധാന വാതിൽ. ഈ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇതാണ് പ്രധാന കവാടം. തുടക്കത്തിൽ മണ്ടൻജിയും മഹാറാണ കുംഭയും ഇവിടെ എത്തിയിരുന്നു ഈ പർവ്വതത്തിൽ കോട്ട കെട്ടുന്നതിനായി. എന്നാൽ മതിൽ പകല് പണി തീർത്താൽ രാത്രി ഇടിഞ്ഞു വീഴും. വീണ്ടും പണിതാൽ വീണ്ടും രാത്രിയിൽ ഇടിഞ്ഞു വീഴും. 6-7 വട്ടം ഇതേ അവസ്ഥ തുടർന്നപ്പോൾ മഹാറാണ കുംഭ ചിന്തിതനായി. എന്തുകൊണ്ട് മതിലിടിയുന്നു? അങ്ങനെ തദ്ദേശവാസികളോട് കാരണം ചോദിച്ചു. ഈ പർവ്വതത്തിൽ ഒരു ഭൈരവ മുനിയുണ്ട്. തപസ്യായ അദ്ദേഹത്തിന് തന്നെയാണ് ഈ പർവ്വതത്തെക്കുറിച്ച് ശരിക്കും അറിവുള്ളത്. അങ്ങനെ തദ്ദേശവാസികൾ കൊടുത്ത അറിവനുസരിച്ച് മഹാറാണ കുംഭ ഭൈരവ മുനിയുടെ അരികിലെത്തി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാനിവിടെ ഒരു കോട്ട കെട്ടാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ചുമര് കെട്ടിത്തീരും മുമ്പ് ചുമര് ഇടിഞ്ഞു വീഴുന്നു? രാവിലെ കെട്ടിയാൽ വൈകുന്നേരമാകുമ്പോൾ അത് ഇടിഞ്ഞു വീഴും. എന്താണിതിന് കാരണം? ഭൈരവ മുനി മറുപടി പറഞ്ഞു, ഇവിടെ ഒരു ദേവീശക്തിയുണ്ട്. അത് കാരണം കില പണിയുന്നത് പ്രയാസമാണ്. പരിഹാരം എന്താണ് എന്ന് കുംഭ ചോദിച്ചപ്പോൾ സ്വന്തം ഇച്ഛയാലുള്ള നരബലി എന്ന് ഭൈരവമുനി പറഞ്ഞു. ആരും ആ നരബലിക്കായി തയ്യാറെടുത്തില്ല. അവസാനം ഭൈരവമുനി സ്വയം തയ്യാറായി. ഭൈരവമുനി പറഞ്ഞു, ആദ്യം ഞാൻ പർവ്വതം കയറാൻ തുടങ്ങും. പിന്നെ എവിടെ നിൽക്കുന്നോ അവിടെ കിലയുടെ മുഖദ്വാരം പണിയണം. എവിടെ വരെ പോകുന്നു അവിടെ വരെ കിലയുടെ നിർമ്മാണം തുടങ്ങണം. ഭൈരവമുനി പർവ്വതം കയറാൻ തുടങ്ങി. ആദ്യം നിന്നത് ഭൈരവപ്പോൾ എന്ന പേരിൽ നമ്മൾ ഇന്ന് കാണുന്ന കവാടത്തിൻ്റെ സ്ഥാനത്താണ്. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് തൻ്റെ കഴുത്ത് വെട്ടിമുറിച്ചു. തല വീണതിൻ്റെ സൂചകമായി ആ സ്ഥലത്ത് അമ്പലം പണിതിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഭൈരവപ്പോൾ എന്ന പേരിൽ ആദ്യ ഗേറ്റ് അറിയപ്പെടുന്നു. തല വീണതിന് ശേഷവും ശരീരം നടന്നു പോയത്രേ. 700 മീറ്റർ ഉയരത്തിൽ ചെന്ന ശേഷം ശരീരം നിലം പതിച്ചു. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് കാട്ടാർഗർ. ഈ പോർട്ടിന് അജയദുർഗ് എന്നും പേരുണ്ട്. ഇതിൻ്റെ മേൽ 17 തവണ ആക്രമണമുണ്ടായിട്ടുണ്ട്. 1576 അക്ബറിൻ്റെ സൈനാധിപനായ മാൻസിംഗ് ഇവിടെ യുദ്ധത്തിന് വരുന്നുണ്ട്. എന്നാൽ വിജയം കണ്ടെത്താൻ അവർക്കാകുന്നില്ല. അതിനുശേഷം മഹാറാണ പ്രതാപ് കുംഭൽഗഡിലെത്തി താമസിച്ചു. കുറച്ചു നാളിന് ശേഷം ബന്ധുവായ ബാൻ സോഗരയെ കിലയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് മഹാറാണ പ്രതാപ് ഈഡൻ്റെ അടുത്തുള്ള ചുല്യ ഗ്രാമത്തിലേക്ക് പോയി. സേനയും ധനവും മഹാറാണ പ്രതാപിന് വളരെ ആവശ്യമായിരുന്നു. ഹെൽദിഘാട്ടിലെ യുദ്ധത്തിൽ മഹാറാണ പ്രതാപിന് വളരെയധികം നഷ്ടമുണ്ടായിട്ടുണ്ടായിരുന്നു. അക്ബർ വീണ്ടും ആക്രമണത്തിനായി പുതിയ സേനാപതിയെ നിയുക്തനാക്കി. ഷഹാബ്സ് ഖാൻ എന്ന സേനാപതി വീണ്ടും യുദ്ധത്തിനായി ഇറങ്ങിത്തിരിച്ചു. കിലയിലേക്കുള്ള വഴിയറിയാത്ത ഷഹാബ്സ് ഖാൻ കിലയിലേക്ക് പച്ചക്കറി കൊണ്ടുപോകുന്നവരെ പിടിച്ച് ബന്ധിയാക്കി. വിവരങ്ങൾ അറിഞ്ഞ ശേഷം പിന്നീട് ആക്രമണം അഴിച്ചുവിട്ടുവെങ്കിലും ബാൻസോഗര വളരെ ശക്തമായി അവരെ നേരിട്ടു. അന്നത്തെ പീരങ്കികളിൽ നിന്ന് മുതിർത്ത ഗോളങ്ങൾ പതിച്ച പാടുകൾ ചുവരുകളിൽ ഇന്നും ശേഷിപ്പായുണ്ട്. യുദ്ധവിവരം അറിഞ്ഞ് മഹാറാണ പ്രതാപ് 60 കിലോമീറ്റർ ദൂരത്തിലുള്ള
ദീവാർ വനത്തിൽ വെച്ച് ഷഹാബ്സ് ഖാനുമായി ഏറ്റുമുട്ടുന്നു. അവിടെ വെച്ച് തന്നെ മഹാറാണ പ്രതാപ് ഷഹാബ്സ് ഖാനെ വധിക്കുന്നു. പരകോട്ട എന്ന പേരിൽ മതിലിനോട് ചേർന്ന് ഉള്ളിൽ പടിക്കെട്ടുകൾ കാണാം. ഇത് സൈനികർക്കിരിക്കാനുള്ളതാണ്. ചെറു കിളിവാതിൽ പോലുള്ള ഇതിനകം വികസിതവും മുൻവശം ചുരുങ്ങിയതുമാണ്. അതുകൊണ്ട് ആക്രമണം എളുപ്പവും പ്രത്യാക്രമണം കഠിനവുമാണ്. മശാൽക്കുണ്ട് 25 കിലോ കോട്ടനും 50 കിലോ നെയ്യും ഉപയോഗിച്ച് ഇവിടെ ദീപം തെളിക്കാറുണ്ടായിരുന്നു. ഭൈരവമുനിയുടെ ശരീരം വീണ ഇടമാണ് അകത്തെ മന്ദിരം. ഈ സ്ഥലമായിരുന്നു കുംഭൽഗഡിലെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലം. ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലേക്ക് ഇവിടുത്തെ വെളിച്ചം എത്തിയിരുന്നു. ഈ സ്ഥലമായിരുന്നു കുംഭൽഗഡിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലം. 19-ാം സെഞ്ചുറിയിലാണ് മുകൾ വശം കെട്ടിപ്പൊക്കുന്നത്. അതിനുശേഷമാണ് മതിൽ കെട്ടി ഉയർത്തിയത്. ഇതിൻ്റെ മുകളിൽ തന്നെയാണ് സ്ത്രീകളുടെ സെക്ഷനുള്ളത്. 15,000 പേര് ചേർന്നാണ് ഈ പോർട്ട് ഉണ്ടാക്കിയത്. അവരെ കൺട്രോൾ ചെയ്ത് 15 വർഷം പണിയെടുപ്പിക്കുക എന്നത് എത്ര പ്രയാസമാണ്. അകത്ത് മീറ്റിങ്ങിനുള്ള ഒരു ഇടമുണ്ട്. മഹാറാണ കുംഭ തോൽക്കാത്ത യോദ്ധാവായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 3700 അടി ഉയരത്തിലാണ് കുംഭൽഗഡ് സ്ഥിതി ചെയ്യുന്നത്. ഉദയ്പൂരിൽ നിന്നും 2 മണിക്കൂർ യാത്രയാണ് കുംഭൽഗഡ് വരെ. മാനും മയിലും പുലിയുമൊക്കെയുള്ള കാടുകളാണ് ഇവിടെയുള്ളത്. മഹാറാണ കുംഭ തൻ്റെ ജീവിതത്തിൽ ചെയ്ത യുദ്ധങ്ങളിലൊന്നും തോൽക്കാത്ത രാജാക്കന്മാരുടെ പേര് പറഞ്ഞാൽ അത് വിരലിലെണ്ണാവുന്ന അത്രയും പേരെ കാണൂ. അതിലൊന്നാണ് മഹാറാണ കുംഭ. 53 യുദ്ധങ്ങൾ ചെയ്ത മഹാറാണ കുംഭ ഒരു യുദ്ധത്തിലും പരാജയപ്പെട്ടിട്ടില്ല. മാതൃഭൂമിയുടെ രക്ഷ ചെയ്ത് സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടി മഹാൻ സാമ്രാട്ട് മഹായോദ്ധ എന്നതിനൊപ്പം തന്നെ നല്ലൊരു ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം. ഒപ്പം ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വളരെ കാര്യങ്ങൾ ചെയ്തു. സാഹിത്യത്തിലും കലയിലുമുള്ള കുംഭയുടെ അറിവ് വളരെയേറെയായിരുന്നു. മേവാഡിൻ്റെ 84 കോട്ടകളിൽ 33 കുംഭയുണ്ടാക്കിയതാണ്. ഇതിൽ കുംഭൽഗഡ് കോട്ട വളരെ പ്രശസ്തമാണ്. ലോകത്തിലെ 2ാം നമ്പർ മതിലാണിത്. നമ്മൾ കാണുന്ന ഈ പ്ലെയിൻ ഏരിയ മേവാഡും എതിർവശത്തുള്ളത് മാർവാഡുമാണ്. താഴേക്കുള്ള വഴികൾ മൺവഴിയായിരുന്നു. കുതിരയ്ക്കും ആനയ്ക്കുമൊക്കെ ആ വഴിയാണ് നല്ലത്. മുഹമ്മദ് ഖിൽജി 1437 മുതൽ 5 വട്ടം കുംഭയോട് തോറ്റു. 1437 മാൽവയുടെ സുൽത്താനായ മുഹമ്മദ് ഖൽജിയെ പരാജയപ്പെടുത്തതിന് ശേഷം അതിൻ്റെ ഓർമ്മപ്പെടുത്തലായി കുംഭ വിജയസ്തംഭം നിർമ്മിച്ചു. കീർത്തിസ്തംഭം, വിഷ്ണുധ്വജം എന്നിങ്ങനെ പേരിലും വിജയസ്തംഭം അറിയപ്പെടുന്നുണ്ട്. വിജയസ്തംഭത്തിൽ അനവധി ദേവീ ദേവതകളുടെ സുന്ദര മൂർത്തികളുണ്ട്. ഭാരതീയ മൂർത്തികലയുടെ വിശ്വകോശം എന്നും വിജയസ്തംഭത്തെ വിളിക്കുന്നുണ്ട്. ഇതിന് 9 നിലകളുണ്ട്. 122 അടി ഉയരമുണ്ട്. ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് ചീത്ത, നാപ്പ, പോമ, പുഞ്ച എന്നിവരാണ്. പുനർനിർമ്മാണം നടത്തിയത് മഹാറാണ സ്വരൂപ് സിംഗിൻ്റെ കാലത്താണ്. അഭിനവ ഭാരത സമിതി എന്ന പേരിലുള്ള സ്വാതന്ത്ര്യസമര സേനാനികൾ കീർത്തിസ്തംഭത്തിൻ്റെ മുമ്പിൽ വന്നാണ് പ്രതിജ്ഞ ചെയ്തിരുന്നത്. വീണയിലും സാഹിത്യത്തിലും സംഗീതത്തിലും ഇദ്ദേഹം പ്രാവീണ്യമുള്ള ആളായിരുന്നു. കലാകാരന്മാർക്ക് അവർക്ക് വേണ്ടുന്ന ആദരവ് കൊടുത്തിരുന്നത് കൊണ്ട് റാണ റാസോ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. മഹാറാണ കുംഭ കലാപ്രേമിയും വിദ്യാനുരാഗിയുമായിരുന്നു. ഏകലിംഗ മഹാത്മ്യത്തിൽ വേദസ്മൃതി, ഉപനിഷത്ത് സ്മൃതികൾ എന്നിവയിലുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മഹാറാണ കുംഭയുടെ പുസ്തകങ്ങളാണ് സംഗീതക്രമ ദീപകം, സംഗീതക്രമ ദീപിക, സംഗീതക്രമ മീമാംസ, സൂട്ട് പ്രബന്ധ്, സംഗീത് രാജ് എന്നിങ്ങനെ 4 പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ സംഗീതരാജിൻ്റെ 5 പാട്ടുകളും എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജയദേവിൻ്റെ ഗീതാ ഗോവിന്ദത്തിൻ്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട്. സാരംഗദേവിൻ്റെ പുസ്തകവും എഴുതിയിട്ടുണ്ട് പരിഭാഷ. ചണ്ഡി ശതകം പരിഭാഷ എഴുതിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, കന്നഡ, മേവാഡ് ഭാഷകളിൽ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ചിത്തോടിൽ ഒരു വലിയ പാറയിൽ കുംഭയുടെ കീർത്തിസ്തംഭ പ്രശസ്തി എഴുതി വച്ചിട്ടുണ്ട്. റാണോ റസോ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. വിദ്വാൻമാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ആൾ എന്നർത്ഥത്തിൽ. കുംഭയുടെ സദസ്സിലെ വിദ്വാൻമാരായിട്ടുള്ളവരുടെ പുസ്തകങ്ങളും പ്രശസ്തമാണ്. അതിലൊന്നാമത്തേത് കാനാവ്യാസാണ്. ഏകലിംഗ മഹാത്മ്യം എഴുതിയിട്ടുണ്ട്. മറ്റൊരാളാണ് മണ്ഡൻ. മണ്ഡൻ്റെ കൃതികളാണ് വാസ്തുശാസ്ത്ര. മണ്ഡനും ഒരു ഭായി ഉണ്ടായിരുന്നു. അദ്ദേഹവും എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് വാസ്തുമഞ്ജരി. കാഴ്ചകളും അറിവുകളും അവസാനിക്കുന്നില്ല. ഭൈരവമുനിയെപ്പോലുള്ളവർ ഈ മണ്ണിൽ ഉദയം കൊണ്ടതുകൊണ്ടാകാം മഹാരാജാക്കന്മാർ പോലും ഋഷിമുനിമാരുടെ പാദങ്ങളിൽ നമസ്കാരം ചെയ്യുന്നത്. അസുരസംഹാരത്തിനായി ദേവേന്ദ്രന് തൻ്റെ നട്ടെല്ല് ദാനം ചെയ്ത ദദീജി മഹർഷിയുടെ കഥ പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ആ നട്ടെല്ലാണത്രേ വജ്രായുധമായി മാറിയത്. ലോകഹിതത്തിനായി സ്വയത്തിനെ തന്നെ ആഹൂതി ചെയ്യുന്നവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ലോകർ കൈകൂപ്പി നിന്നാൽ അതിൽ അതിശയപ്പെടാനൊന്നുമില്ല. മുൻ പ്രധാനമന്ത്രിയും പ്രശസ്ത കവിയുമായ അടൽ ബിഹാരി വാജ്പേയിയുടെ വാക്കുകൾ ഓർമ്മയിൽ വരികയാണ്. ഭാരത് കോയി ഭൂമി കാ തുക്കടാ നഹീ ഹൈ, ഏക് ജീതാ ജാതാ രാഷ്ട്രപുരുഷ ഹൈ, യേ വന്ദൻ കി ധർത്തി ഹൈ, അഭിനന്ദൻ കി ധർത്തി ഹൈ,
ये अर्पण की भूमि है, तर्पण की भूमि है। इसकी नदी नदी हमारे लिए गंगा है, इसका कंगड़ कंगड़ हमारे लिए शंकर है। हम जिएंगे तो इस भारत के लिए, मरेंगे तो इस भारत के लिए। मरने के बाद में भी गंगा जल में बहते हुई हमारा अस्थियों को कोई कान लगा के सुनेंगे तो एक ही आवाज़ आएगी, ഭാരത് മാതാ കി ജയ്. പുത്തൻ കാഴ്ചയുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.